കഴിഞ്ഞ ദിവസം കേട്ട ഒരു മനോഹരമായ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഒരു കാട്ടിൽ ഒരു സുന്ദരിയായ കുഞ്ഞിക്കിളി ജീവിച്ചിരുന്നു. അവൾക്ക് നല്ല തിളക്കമുള്ള ചിറകുകളും നല്ലൊരു മനസ്സുമുണ്ടായിരുന്നു. എന്നാൽ അവൾക്കൊരു വിചിത്രമായ സ്വഭാവമുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ അവൾ ഒരു കൊച്ചുകല്ലിൽ എഴുതി വെച്ച് കൂടെ കൊണ്ട് നടന്നിരുന്ന ഒരു തുണിസഞ്ചിയിൽ സൂക്ഷിക്കുമായിരുന്നു. അത് സന്തോഷകരമോ ദുഃഖകരമോ ആയ കാര്യമാണെങ്കിലും അത് ഓർത്തിരിക്കേണ്ടതാണെന്ന് അവൾ കരുതിയിരുന്നു. നല്ല ഓർമ്മകൾ വീണ്ടും പുഞ്ചിരിക്കുവാൻ കാരണമാകുന്നു. മോശമായ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ അവ എഴുതി വെക്കുന്നതാണ് നല്ലതെന്ന് അവൾ കരുതി. അങ്ങനെ അവൾ എവിടെ പോയാലും ആ സഞ്ചി കൂടെ കൊണ്ടുപോകുമായിരുന്നു. ആദ്യമൊക്കെ അതവൾക്ക് മനോഹരമായി തോന്നി. തൻ്റെ ഓർമ്മകളെ ശേഖരിക്കുന്നത് വളരെ രസകരമായി തോന്നി. ഭാവിയിൽ അത് ഉപകാരം ചെയ്യുമെന്ന് അവൾ കരുതി. ഈ സഞ്ചി അതവളുടെ നിധിയായി മാറി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സഞ്ചിയുടെ ഭാരം കൂടിക്കൂടി വന്നു. സാവധാനം അവ അവളുടെ ചിറകുകളെ ബാധിക്കാൻ തുടങ്ങി. അവളുടെ പറക്കൽ പതുക്കെയായി തുടങ്ങി. അവൾക്ക് ഉയർന്ന് പറക്കാൻ കഴിയാതെയായി. എന്നാൽ അവൾ അത് ശ്രദ്ധിച്ചില്ല. കുഞ്ഞുകിളി കല്ലുകൾ ശേഖരിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ അവൾ ഒരു വൃദ്ധനും ജ്ഞാനിയുമായ ഒരു മൂങ്ങയെ കണ്ടുമുട്ടി. എന്തിനാണ് നീ സഞ്ചി കൊണ്ടു നടക്കുന്നതെന്ന് മൂങ്ങ ചോദിച്ചു. കുഞ്ഞുകിളി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിലെന്റെ ജീവിതമുണ്ട്. സന്തോഷങ്ങളും ദുഃഖങ്ങളും പഠിച്ച എല്ലാ പാഠങ്ങളും ഇതിലുണ്ട്. ഇത് കേട്ട് നെറ്റി ചുളിച്ച് മൂങ്ങ ചോദിച്ചു, പക്ഷേ നീ ഇന്ന് ജീവിക്കുന്നുണ്ടോ, അതോ ഇന്നലകളെ ചുമന്നുകൊണ്ടാണോ ജീവിക്കുന്നത്? അവൾ ഒന്നും പറയാതെ പറന്നുപോയി. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. അവളുടെ സഞ്ചി നിറഞ്ഞ് കവിയാൻ തുടങ്ങി. മണ്ണിൽ നിന്ന് ഉയരുവാൻ അവൾ പ്രയാസപ്പെട്ടു. അവളുടെ ചിറകുകൾ വേദനിച്ചു. ഒരു മഴയുള്ള സന്ധ്യയിൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് പറക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ വീണു. കല്ലുകളുടെ ഭാരം അവളുടെ കൊച്ചു ശരീരത്തെ ഞെരിച്ചു കളഞ്ഞു. അവൾ അവിടെ കിടന്നു. തന്നെ ഒരിക്കൽ സഹായിക്കുമെന്ന് കരുതിയ ഓർമ്മകളുടെ അടിയിൽ ജീവനറ്റു. നമ്മളും പലപ്പോഴും നമ്മുടെ ഓർമ്മകൾ കൂടെ കൊണ്ടു നടക്കുന്നവരാണ്. അവയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങൾ കൂടെ കൊണ്ടു നടന്നാൽ ഇന്നിനെ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. തീർച്ചയായും കഴിഞ്ഞുപോയ കാലങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് അവയെ ഉപേക്ഷിച്ച് നമ്മളായിരിക്കുന്ന ഈ നിമിഷങ്ങളെ ആസ്വദിക്കാൻ പഠിക്കാം.